ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നല്ല, ഞാൻ എൻ്റെ കാർക്കൂന്തൽ വെട്ടാൻ പോവാണ്. ആയിട്ട് ഞാൻ ഹെയർ വളർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ലാസ്റ്റ് ഇയർ എൻ്റെ ഹെയർ ഏകദേശം ഇത്രയ്ക്ക് വെച്ച് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മനഃപൂർവ്വം കട്ട് ചെയ്തതല്ല, ഒരു മാസം തന്നെ 2 പ്രാവശ്യം മുടി കട്ട് ചെയ്തു. അങ്ങനെ സ്റ്റൈൽ ചെയ്ത് ഏകദേശം ഇത്രത്തോളം ഹെയർ പോയായിരുന്നു. അപ്പോൾ 1 ഇയർ കൊണ്ട് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഹെയർ വളർന്നിട്ടുണ്ട്. നോർമലിൽ എൻ്റെ മുടി ഇത്ര വരെ തന്നെ വളർന്നിട്ടുള്ളൂ. വെട്ടാത്ത സമയത്താണെങ്കിലും മുൻപൊക്കെ ആണെങ്കിലും ഇതിൽ കൂടുതൽ എൻ്റെ മുടി വളർന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ വളരുമ്പോഴും ഭയങ്കര വൃത്തികേടായിട്ടാണ്, അടിയൊക്കെ ആകെ സീനാണ്. ലൈക്ക് ഒരു വൃത്തിയില്ല. പിന്നെ എനിക്കിപ്പോൾ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്നില്ല. ജസ്റ്റ് വീഡിയോസ് ചെയ്യുന്ന സമയത്ത് മാത്രം തന്നെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഹെയർ നല്ല ബൗൺസ് ചെയ്തിടുന്നത് കൊണ്ട് ഒരു ഭംഗി തോന്നാറുണ്ട്. പക്ഷെ എനിക്ക് പുറത്തേക്ക് കെട്ടി പോകുമ്പോഴൊക്കെ ഒരു വൃത്തിയില്ലാണ്ടാണ് സംഭവിക്കുന്നത്. പിന്നെ എനിക്ക് ഒരു രീതിയിലും സ്റ്റൈൽ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ ഇവിടെയൊക്കെ ഓരോ മുടിയൊക്കെ ഇങ്ങനെ ഇടാനുള്ള അതൊക്കെ ഇത്രയും വളർന്നത് ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം വീട്ടിൽ നിന്ന് ഷോപ്പിലേക്ക് പോവും. അവിടെ നിന്ന് ഞാനും ഗോപി ചേച്ചിയും കൂടെ പാലക്കാട് ചന്ദ്രനഗറിലുള്ള കെൽ സലൂണിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് വേറെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് എങ്ങനെയാണ് ഞാൻ മുടി വെട്ടുന്നത്, ഏകദേശം എത്ര വെട്ടുമെന്ന് കാണാം. ഇപ്പോൾ നമ്മൾ സ്റ്റുഡിയോയിലാണ്. കല്ലിൽ പോകാൻ വേണ്ടി ഗോപി ചേച്ചി ഡ്രസ്സ് എടുക്കാൻ വന്നിരിക്കുകയാണ്. പോസ്റ്റ് ഇനി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വേണം ചന്ദ്രനഗർ എത്താൻ. ബസ്സിലാണ് നമ്മൾ പോകുന്നത്. എന്നിട്ട് വേണം നമുക്ക് മുടി വെട്ടാൻ. ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ് ഗൈസ്. എന്താണ് നമ്മൾ എവിടേക്കാ പോണേ? നമ്മൾ പാലക്കാട്. ഇതാണ് ആതിര. ഞങ്ങളിവിടെ പോസ്റ്റാണ് ഗൈസ്. എന്തെങ്കിലും ചിരിക്കലേ പുഞ്ചിരി മത്സരം. എവിടെന്ന് പറയാ, ഞാനിപ്പോ എവിടെയെന്നറിയോ, സ്റ്റുഡിയോന്ന് ഇറങ്ങി ടൗണിലേക്ക് വന്നിരിക്കുക. ഫുഡ് കഴിക്കാൻ വേണ്ടി ചെയ്യാ ഞങ്ങള് ടൗണില് പല ടൗണില് എന്ന് പറയൂ സ്ത്രീയെ. കഴിഞ്ഞോ? എന്താ പുതിയ ഡ്രസ്സൊക്കെ എടുത്തേ വലിയ ആളാ. നമ്മള് ചന്ദ്രനഗറിലെത്തി ഗൈസ്. നല്ല മഴയാ. മഴയാ മുടി വെട്ടാൻ പോവാണ് ഗൈസ്. ഗൈസ്, ഞാൻ ഹെയർ സ്പാ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരു 10-15 മിനിറ്റ് ഭയങ്കര റിലാക്സ് ആയിരുന്നു. ഒന്നാമത് കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ഓട്ടമാണ്. അപ്പോൾ നല്ല റിലാക്സ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു വൈബ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു ആസ്തറ്റിക് സ്പായാണ് എനിക്ക് കിട്ടിയ ഗൈസ്. നല്ല രസമുണ്ട്. ഇപ്പം നമ്മൾ ജസ്റ്റ് ഹീറ്റ് കൊടുക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ വാഷ് ചെയ്യും, ഹെയർ സെറ്റ് ചെയ്യും.
ഗൈസ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എല്ലാം ഫുള്ള് കാണിച്ചു തരാം. ഇവിടെ നമ്മുടെ കൂടെ വന്ന ആളുകൾ. ഇവിടെ നമ്മളിനി വീഡിയോ എടുക്കാൻ പോവാണ്. ഇവിടെയാണ് ഈ മാനിക്യൂറും പെഡിക്യൂറും ഒക്കെ ചെയ്യുന്നത് തോന്നുന്നു കേട്ടോ. ഐ ഡോണ്ട് നോ. ഇവിടെ ത്രെഡിങ്ങും പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. മോളില് സർവീസസ് ഉണ്ട്. ഇവിടെയാണ് നമ്മൾ ഹെയർ കട്ട് ചെയ്തായിരുന്നത് കേട്ടോ. അത്യാവശ്യം വലിയൊരു ഷോറൂമാണ് ഗൈസ്. എനിക്ക് ഇവിടുത്തെ സർവീസ് ഭയങ്കര ഇഷ്ടമായി. ഒന്നാമത് എൻ്റെ മുടി ഭയങ്കര എന്താ പറയുക, ഒരു വിധത്തിലും എനിക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ നല്ല രീതിയിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നോക്കൂ ഗൈസ്, കണ്ടില്ല എൻ്റെ മുടി. പിന്നെ ഗോപി ചേച്ചി കളർ ചെയ്തത് കണ്ടേ. കളർ ചെയ്തതിനെ കുറിച്ച് 2 വാക്ക് പറയൂ. നന്നായിട്ടില്ലേ ഗൈസ്? എനിക്ക് നല്ല ഇഷ്ടമായി. എനിക്ക് കളർ ചെയ്യാൻ പറ്റില്ല, എനിക്കത് താല്പര്യമില്ല. പക്ഷെ ഇത് ചെയ്തപ്പോ എനിക്ക് ഭയങ്കര പക്ഷെ ഹെയർ കട്ട് ഒന്ന് നല്ല ചേഞ്ചായി. എനിക്ക് നീളം വല്ലാണ്ട് കുറയ്ക്കരുത് എന്നുണ്ടായിരുന്നു. അപ്പൊ നീളം വലിയ രീതിയിൽ കുറച്ചില്ല, പക്ഷെ ആ വൃത്തികേടൊക്കെ മാറി കിട്ടി. ഐ എം സോ ഹാപ്പി ഗൈസ്. അപ്പൊ ഗൈസ്, ഞങ്ങൾ ഹെയർ കട്ടും കളറും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഇപ്പൊ സമയം 8:45. 9 മണി വരെ പരാക്കുള്ളൂ. ഞങ്ങൾ പോവാണ് ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഒടുക്കത്തെ മഴ. അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.